ഹലോ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പേജ് നമ്പർ 12 കിടപ്പുണ്ട്. ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ എല്ലാ ഫീൽഡിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് പറയാനായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സിംപ്ലിഫൈസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഡേറ്റ. അതായത് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റയെ കുറച്ചുകൂടി ഒന്ന് സിമ്പിളാക്കാനായിട്ട് സഹായിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയെ നമുക്ക് സിമ്പിൾ ഫോമിൽ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് പോയിൻ്റ്, സ്റ്റാറ്റിസ്റ്റിക് പ്രസൻറ്റ് ഫാക്റ്റ് ഇൻ എ ഡെഫിനിറ്റ് ആൻഡ് പ്രിസൈസ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമ്മൾ സാധാരണ കണക്ക് വെച്ചല്ലാതെ പൊതുവേ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് കണക്കിൻ്റെ ബേസിസിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് പറഞ്ഞതുകൊണ്ട് അളവിൻ്റെ ബേസിസിൽ നമുക്കതിനെ പ്രിസൈസായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാത്തമാറ്റിക്സിലെ പെർഫോമൻസ് ഗുഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ അത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് പറയുമ്പോഴത്തേനും ഒരു കുട്ടിയുടെ മാത്തമാറ്റിക്സിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് 90% ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫാക്റ്റുകളെ നമുക്ക് ഡെഫിനറ്റായിട്ടും പ്രിസൈസായിട്ടും പറയാനായിട്ട് സാധിക്കും. തേർഡ് പോയിൻ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ്സ് കമ്പാരിസൺ. നമുക്ക് ഡേറ്റകളെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. കമ്പയർ ചെയ്യുന്ന ഒന്നുകിൽ ടൈം വെച്ചിട്ടായിരിക്കും, അതായത് ഈ മാസത്തെ കണക്കും അടുത്ത മാസത്തെ കണക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ കണക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് ടൈമിൻ്റെ ബേസിസിലാണ്. ഇനി അതല്ലാതെ പ്ലേസിൻ്റെ ബേസിസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കോട്ടയത്തെ പ്രൈസ് റേറ്റ് എങ്ങനെയാണ്, എറണാകുളത്തെ പ്രൈസ് റേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലേസിൻ്റെ ബേസിസിലും ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ടൈമിൻ്റെ ബേസിസിലോ പ്ലേസിൻ്റെ ബേസിസിലോ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. അതായത് നയങ്ങൾ രൂപീകരിക്കാനായിട്ട് സഹായിക്കും. പല ഫീൽഡുകളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ടാക്സേഷൻ്റെ കേസസിലാവും, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, സോഷ്യൽ വെൽഫെയർ, അങ്ങനെ പല ഫീൽഡിൽ പുതിയ നയങ്ങൾ രൂപീകരിക്കാനായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് എക്സ്ട്രാപ്പുലേഷൻ, റിഗ്രഷൻ, അനാലിസിസ് ഓഫ് ടൈം സീരീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡുകളൊക്കെ ഫ്യൂച്ചർ ഇവൻറ്റ്സ്, ഭാവിയിൽ നടക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രവചിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ, മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇതെല്ലാം. സിക്സ്ത് പോയിൻ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർമുലേറ്റ് ആൻഡ് ടെസ്റ്റ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമാനങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ തെളിയിക്കേണ്ടതായിട്ടുള്ള വസ്തുതകളെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അനുമാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പല ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന അനുമാനം കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ അവൈലബിൾ ആണ്. ഇസഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെസ്റ്റുകൾ നമുക്ക് ഈ ഒരു ഫീൽഡിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫാക്ട്. പല ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ഡെസിഷൻ മേക്കിങ്ങിൻ്റെയൊക്കെ സമയത്ത് പല വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കേണ്ട അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ട് കോറിലേഷൻ, റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞ മെത്തേഡ്സ് ഉണ്ട്. അതാണ് നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, റെയിൻഫോളും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും തമ്മിൽ, അങ്ങനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പഠിക്കാനായുള്ള ടൂൾസ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ അവൈലബിൾ ആണ്. അടുത്ത പോയിൻ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് എൻലാർജസ് ഹ്യൂമൻ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും പല ഒപ്പീനിയൻസ്, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ലാത്ത കുറേ ഐഡിയാസൊക്കെ കാണും. നല്ല ക്ലിയർ അല്ലാത്ത ഐഡിയാസൊക്കെ കാണും. അതിനെല്ലാം ക്ലിയർ ആക്കി എടുത്തുകൊണ്ട് നമ്മുടെ നോളജിനെ കുറച്ചുകൂടെ, നമ്മുടെ അറിവിനെ കുറച്ചുകൂടെ ബെറ്റർ നോളജാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പല ടെസ്റ്റുകളുണ്ട്, പല മെത്തേഡുകളുണ്ട്, ടൂൾസ് ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഉറപ്പിക്കാനൊക്കെ ആയിട്ടൊക്കെ സാധിക്കും. പിന്നെ അടുത്ത 9th വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് മെഷേഴ്സ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അവ്യക്തത അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത അവസ്ഥയെയാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ശരിക്കും
ഒരു ഇവൻ്റ് സംഭവിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഒക്കെയുള്ള ചാൻസ് പഠിക്കാനായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം. നിങ്ങൾ 10th പഠിച്ചിട്ടുള്ളതാണ്. പ്രോബബിലിറ്റി എന്ന് വേണ്ടൊരു പോർഷൻ നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഹെഡാണോ കിട്ടുന്നത്, ടെയിൽ കിട്ടാൻ എത്ര ചാൻസ് ഉണ്ട്, പിന്നെ ഒരു സെറ്റ് ഓഫ് പ്ലേയിങ് കാർഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് റെഡ് കാർഡ് കിട്ടാൻ എത്ര ചാൻസ്, ബ്ലാക്ക് കാർഡ് കിട്ടാൻ എത്ര ചാൻസ്, കിങ്ങിനെ കിട്ടാൻ എത്ര ചാൻസ് എന്നൊക്കെ പണ്ട് നിങ്ങൾ 10th പഠിച്ചിട്ടില്ലേ, പ്രോബബിലിറ്റി. അതിൻ്റെ അകത്തൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താ, ഒരു കാര്യം സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഉള്ള ചാൻസാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. 10th സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ടു ഡ്രോ വാലിഡ് ഇൻഫറൻസസ്. സ്റ്റാറ്റിസ്റ്റിക്കലായുള്ള മെത്തേഡുകളുടെയും ടെക്നിക്സിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് അനുമാനങ്ങൾ രൂപീകരിക്കാനായിട്ട് സാധിക്കും. നമുക്കിപ്പം നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, സാമ്പിളിനെ പഠിച്ചിട്ട് സാമ്പിളിൻ്റെ ബേസിസിൽ പോപ്പുലേഷൻ്റെ മൊത്തം സ്വഭാവം ഇതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ദ ഗവൺമെൻറ്റിന് നമ്മുടെ രാജ്യത്തിനെ പ്രോപ്പറായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, ഭരിച്ചു കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കുറേ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഡേറ്റ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റാസ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ടും പിന്നീട് അതിൻ്റെ ബേസിസിൽ നമുക്ക് കമ്പാരിസൺ, അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ടോപ്പിക്കാണ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒത്തിരി വാസ്റ്റാണ്, ഒത്തിരി എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊരു സ്കോപ്പാണ് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീൽഡിലും, അതിപ്പോൾ കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രി, ബിസിനസ്, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് ഫീൽഡിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ടേം പറയുന്നുണ്ട്, സയൻസ് വിത്തൗട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ബിയേഴ്സ് നോ ഫ്രൂട്ട് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്തൗട്ട് സയൻസ് ഹാസ് നോ റൂട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്ത സയൻസിന് ഫലമൊന്നും ഉണ്ടാവുകയില്ല, അതേപോലെ സയൻസ് ഇല്ലാത്ത സ്റ്റാറ്റിസ്റ്റിക്സിന് വേരും ഉണ്ടാവില്ല എന്നുണ്ട്. അതായത് രണ്ടും ഡിപ്പെൻഡിങ് ആണ് എന്നുള്ളതാണ് അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത് പല ഫീൽഡിലായിട്ട്, അല്ലെങ്കിൽ പല ഫീൽഡുകളിൽ എങ്ങനെ ഇതിൻ്റെ യൂസ് വരുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. ഇത് സാധാരണ തിയറി ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് എക്സാമിൽ ചോദിക്കാറുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് വഴി എന്തൊക്കെ യൂസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മുടെ ഗവൺമെൻറ്റിന് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഗവൺമെൻറ് ആണെന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഗവൺമെൻറ് മെയിനായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് പോപ്പുലേഷനെ സംബന്ധിച്ച് നാഷണൽ ഇൻകം, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അഗ്രികൾച്ചർ, ബർത്ത്, ഡെത്ത്, മാരേജ്, ക്രൈംസ്, സൂയിസൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ഡേറ്റ കളക്ട് ചെയ്യാറായിട്ടുണ്ട്. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ് ഇൻഡെക്സ് നമ്പേഴ്സ്, ഡിമാൻഡ് അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന മെത്തേഡുകൾ ഗവൺമെൻറ് ഓരോ പോളിസികളൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത്, നയങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത് ഈ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്കൊരു ടേമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ദ ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തിൻ്റെ കണ്ണും കാതുമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതും ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻസ് ഇൻ എക്കണോമിക്സ് ആണ്. നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ യൂസ് ചെയ്യാറുണ്ട്. പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പ്രൊഡക്ഷന്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, എക്സ്പെൻഡിച്ചർ, അതിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്ന ടൈം സീരീസ് അനാലിസിസ്, ഡിമാൻഡ് കർവ്, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് ഈ ഒരു എക്കണോമിക്സിൻ്റെ ഫീൽഡിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ് ആൻഡ് കൊമേഴ്സ്. ബിസിനസ്സിൻ്റെ ഫീൽഡിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ കോമ്പറ്റീഷനിലൊക്കെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ കമ്പനികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഡിമാൻഡും സപ്ലൈ എത്രയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡേറ്റ കളക്ട് ചെയ്യേണ്ട, അനലൈസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഇവർക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം മെയിനായിട്ട് കോർപ്പറേറ്റ് സെക്ടറിലല്ലേ ബിസിനസ് ആൻഡ് കൊമേഴ്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്ന റെഗുലേഷൻ, കോറിലേഷൻ, എക്സ്ട്രാപൊളേഷൻ, ലീസ്റ്റ് സ്ക്വയേഴ്സ് തുടങ്ങിയ മെത്തേഡൊക്കെയാണ് കൂടുതലായിട്ട് ബിസിനസ് ഫോർകാസ്റ്റിങ്ങിനും ബിസിനസ് ഫീൽഡിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഒരു ബിസിനസ്മാൻ ഇയാളുടെ പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷന്, ഇൻവെൻട്രി കൺട്രോളിന്, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് എല്ലാത്തിനും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻസ് ഇൻ പ്ലാനിങ്. ഇവിടെ ഒരു ടേം അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്ലാനിങ് വിത്തൗട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ ഷിപ്പ് വിത്തൗട്ട് റൂഡർ ആൻഡ് കോമ്പസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്ത പ്ലാനിങ് എന്ന് പറയുന്നത് തുഴയില്ലാത്ത അല്ലെങ്കിൽ കോമ്പസ്, വടക്ക് നോക്കിയ യന്ത്രമില്ലാത്ത ഷിപ്പിനെ പോലെയും, പ്ലാനിങ് ഇല്ലാത്ത സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻകൺസീവബിൾ, നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്തതുമാണ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഇവിടെയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡബിൾ ആണ് എന്നാണ് മീൻ ചെയ്തിരിക്കുന്നത്. പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം. നമുക്ക് എന്ത് കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്ലാനിങ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ കളക്ട് ചെയ്യുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റനെ ഇഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് പ്ലാനിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങിൻ്റെ അകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ലാസ്റ്റ് കൺക്ലൂഷൻ പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ ലൈഫിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീൽഡിലും എല്ലാ സബ്ജക്റ്റിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലാത്ത ഫീൽഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ റെയറാണ്, വളരെ കുറവാണ്. നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള അറിവെന്ന് പറയുന്നത് നമ്മളൊരു ഫോറിൻ ലാംഗ്വേജോ ഓൾജിബ്രായോ പഠിച്ചു വെക്കുന്ന പോലെയാണ്. നമുക്ക് ഏത് സാഹചര്യങ്ങളിൽ വേണമെങ്കിലും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സബ്ജക്റ്റാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ അകത്തും ഇമ്പോർട്ടൻസ് ഉള്ള, ആപ്ലിക്കേഷനുള്ള ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഹെഡിങ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് ഓൺലി വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞാണ്, നമുക്ക് ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻക്ലൂസീവ് അല്ല. ക്വാളിറ്റേറ്റീവ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. രണ്ടാമത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഡീൽ വിത്ത് ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഒരൊറ്റ ഫാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയത്തില്ല. ഫാക്റ്റുകളുടെ ഒരു കൂട്ടത്തിന്, അഗ്രിഗേറ്റ് ഓഫ് ഫാക്റ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ നോട്ട് പെർഫെക്റ്റ്ലി അക്യുറേറ്റ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ്ലി അക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്, ഏകദേശ വാല്യൂ ആണ് കിട്ടുന്നത്. അടുത്ത, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഷുഡ് ബി യൂണിഫോം ആൻഡ് ഹോമോജീനിയസ്. യൂണിഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ നേച്ചറിലുള്ള സെയിം ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഡേറ്റാസ് മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഇൻകമ്പാരബിൾ ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻസ് മാത്രമേ കിട്ടുള്ളൂ. ദെൻ ഫിഫ്ത്ത് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് മേ മിസ്ലീഡ് ടു റോങ് കൺക്ലൂഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡീറ്റെയിൽസ്. നമ്മൾ കാര്യങ്ങൾ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, വെറുതെ നമ്മൾ അനലൈസിസ് നടത്തിയിട്ട് മാത്രമുള്ളെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മിസ്ലീഡിങ് ആയിട്ട് തോന്നും. ഡീറ്റെയിൽസും കൂടെ ഉണ്ടെങ്കിലേ അത് പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ അക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ദെൻ സിക്സ്ത് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് റിവീൽ ദ എൻറ്റയർ സ്റ്റോറി. അപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളൊരു കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന വേറെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സും കാണും. പക്ഷേ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എപ്പോഴും എൻറ്റയർ സ്റ്റോറിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമല്ല, മൊത്തം വിവരങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമല്ല. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മളിവിടെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സെവൻത് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് ഇൻവോൾവ് എറേഴ്സ്. സ്റ്റഡി നമ്മൾ നടത്തുന്ന സമയത്ത് പലതരത്തിലുള്ള എറേഴ്സ് വരാനായിട്ട്, തെറ്റുകൾ, ചിലപ്പോൾ സാമ്പിളിങ് എറേഴ്സ് ആവാം അല്ലെങ്കിൽ നോൺ സാമ്പിളിങ് എറേഴ്സ് ആവാം. അങ്ങനെ എറേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. എറർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് മിസ്ലീഡിങ് അല്ലെങ്കിൽ റോങ് ആയിരിക്കും. എയ്ത്ത് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ലൈക്ലി ടു ബി മിസ്യൂസ്ഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് മിസ്യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ടെക്നിക്സും എല്ലാം ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇതെല്ലാം അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ടോപ്പിക്കാണ് ഡിസ്ട്രസ്റ്റ് ഓഫ്
സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മേലുള്ള സംശയം അല്ലെങ്കിൽ അവിശ്വാസം, അതിനെയാണ് നമ്മൾ ഡിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് QTയുടെ എക്സാമിന് എസ്എ പാർട്ടിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വേണ്ടുണ്ട് ലാക്ക് ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മേനെയാണ് നമ്മൾ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞു, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്ലീഡിങ് ആയിട്ടുള്ള റോങ് ഇൻഫർമേഷൻസൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർക്ക് ഇതിൻ്റെ മേലുള്ള വിശ്വാസം കുറവ് വരുന്നത്. ഇപ്പോൾ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മേൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ അതിനെ ബ്ലെയിം ചെയ്യാനായിട്ടുള്ള റീസൺസ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഒരു 10 പോയിൻ്റ് അവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ പ്രൂവ് എനിത്തിങ്. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് എന്തും പ്രൂവ് ചെയ്യാമെന്നുള്ളത് അത് തെറ്റാണ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ പ്രൂവ് നത്തിങ്, ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത്, അതും തെറ്റാണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ ടിഷ്യൂ ഓഫ് ഫോൾസ്ഹുഡ്, തെറ്റായ കാര്യങ്ങളുടെ ഒരു ടിഷ്യൂ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. നാലാമത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു അൺറിലയബിൾ, നമുക്ക് വിശ്വസിക്കാനാവാത്ത സയൻസ് ആണെന്നുള്ളത്. അഞ്ചാമത്തത്, an ounce of truth can produce tons of statistics, ഒരു ചെറിയ അളവിലുള്ള ട്രൂത്ത് അല്ലെങ്കിൽ സത്യം കൊണ്ട് നമുക്ക് ടണ്ണ് കണക്കിന് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളത്. അടുത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ദ ലൈസ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ. ലൈസ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നുണയാണ് എന്നുള്ളത്. വേർ ആർ 3 ടൈപ്പ് ഓഫ് ലൈസ്, മൂന്ന് തരത്തിലുള്ള ലൈസ് ഉണ്ട്. ഡാംഡ് ലൈസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ലൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത്, there are black lies, white lies, multi chromatic lies, but statistics is a rainbow of lies. നുണകളെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, മൾട്ടി ക്രോമാറ്റിക്, പല തരത്തിലുള്ളതുണ്ട്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെയിൻബോ ആണ് എന്ന് പറഞ്ഞാൽ അത്രയും ലൈസാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. 9th one, സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ക്യാൻ ബ്ലോ ദ വിൻഡ് ഇൻ വിച്ച് എവർ ഡയറക്ഷൻ ദേ മേ. സ്റ്റാറ്റിസ്റ്റീഷ്യൻസിന് കാറ്റിനെ ഏത് ദിശയിലേക്ക് വേണമെങ്കിലും തിരിച്ചു വിടാൻ, അവരിഷ്ടപ്പെടുന്ന ദിശയിലേക്ക് തിരിച്ചു വിടാനായിട്ട് സാധിക്കുന്നുള്ളത്. 10th one, ദ സ്റ്റാറ്റിസ്റ്റിക്സ് റിവീൽ ഈസ് ഓർഡിനറി ബട്ട് വാട്ട് ദേ ഹൈഡ് ഈസ് വൈറ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർഡിനറി, സാധാരണ കാര്യങ്ങളും, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒളിച്ചു വെച്ചിരിക്കുന്നത് വൈറ്റൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മേലുള്ള ബ്ലെയിംസ് ആണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വെച്ച് പുലർത്തിയിരിക്കുന്ന തെറ്റിദ്ധാരണകളാണ് ഈ 10 പോയിൻ്റായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി താഴേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ആൾക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെടാനായുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇൻഎക്സ്പീരിയൻസ്ഡോ അൺസ്കില്ലഡോ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഒരു എക്സ്പേർട്ടിൻ്റെ കൈ മാത്രമേ അത് പെർഫെക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിൻ്റെ മേൽ വിശ്വാസം കുറവായിരിക്കും. ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഫോൾസ് ആയിട്ടുള്ളതായിരിക്കും. സെക്കൻഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്ത് സാമ്പിളിൻ്റെ ബേസിസിലൊക്കെയാണ് നമ്മൾ റിസൾട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഫോൾസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായുള്ള കുറേ ലിമിറ്റേഷൻസൊക്കെ ഉണ്ടായിരിക്കും. തേർഡ് വൺ, ഡിഫക്റ്റീവ് ഡേറ്റ ആൻഡ് ഇൻസഫിഷ്യൻറ്റ് ഡേറ്റ. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഡിഫക്റ്റീവാണ്, കേടായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ്, ആവശ്യത്തിനുള്ള ഡേറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു സ്റ്റഡിയിലും ആ ഒരു പ്രോബ്ലം നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. പിന്നെ അടുത്തത്, ഇൻഅപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്ത് ഒരുപാട് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ പ്രോബ്ലവും പഠിക്കുന്ന സമയത്ത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് നേരെയുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. എന്നിരുന്നാലും ഈ പറഞ്ഞ ആരോപണങ്ങളും കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്, അവിശ്വാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എക്സ്പേർട്ടുകളുടെ കയ്യിൽ ഇപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സേഫാണ്. അവരിപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടിയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ തീരുവാണ്. പേര് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഇത് കേൾക്കുക, അല്ലെങ്കിൽ ഓഡിയോ കേട്ടതിന് ശേഷം ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
താങ്ക് യു.